യേശുക്രിസ്തുവിൽ എല്ലാവർക്കും സമാധാന സന്തോഷവും ആശംസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യേശുക്രിസ്തുവിൽ തൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മെ കരുതുന്ന ഒരു ദൈവമായ ദൈവത്തെക്കുറിച്ചാണ്. അവൻ്റെ പേര് യേശുക്രിസ്തു എന്നാണ് നമുക്കറിയാമല്ലോ. നിയമാവർത്തനം 32:10 ഇങ്ങനെയാണ് പറയുന്നത്: അവൻ അവനെ മരുഭൂമിയിൽ മൃഗങ്ങളെപ്പോലെ അലറുന്ന ശൂന്യദേശത്ത് കണ്ടു. അവനെ പരിപാലിച്ച് ശ്രദ്ധിച്ചു, സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു. കർത്താവ് നമ്മുടെ പിതാക്കന്മാരെ, യഹൂദന്മാരെ വിളിച്ച് വേർതിരിച്ച് മാറ്റി നിർത്തിയ അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നോക്കണം എത്രമാത്രം കരുതുന്ന ഒരു ദൈവമാണെന്ന്. പിന്നെ നമ്മൾ എന്തിനു ഭാരപ്പെടുന്നു അല്ലേ? വീണ്ടും സങ്കീർത്തനത്തിൽ പറയുകയാണ് 17:8: എന്നെ കണ്ണിനെ കൃഷ്ണമണി പോലെ കാക്കണമേ, ദുഷ്ടന്മാരിൽ നിന്ന് എന്നെ മറയ്ക്കുന്ന അവിടുത്തെ ചിറകുകളുടെ കീഴിൽ എന്നെ ഒളിപ്പിക്കണമേ. നോക്കിയേ എത്ര ശക്തമായിട്ടുള്ള വചനങ്ങളാണെന്ന്. സഖറിയ പ്രവാചകനിലൂടെ വീണ്ടും അത് ആവർത്തിച്ചു 2:8 പറയുന്നു: എന്തെന്നാൽ നിങ്ങളെ സ്പർശിക്കുന്നവൻ അവൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ സ്പർശിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നോക്കൂ എത്രമാത്രം കരുതുന്ന ഒരു ദൈവമാണ്. നാം ക്രിസ്തുയേശുവിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം അടിമുടി മാറി. പിന്നെ സംരക്ഷണം മുഴുവൻ നമ്മെക്കാൾ അധികം നടത്തുന്ന കർത്താവാണ് അല്ലേ? ഇസ്രായേലിൽ പണ്ട് ആടിനെയൊക്കെ മേയ്ക്കുന്നപ്പം അവർ ഗുഹയ്ക്കകത്ത് കയറി ആടിനെ ഗുഹയ്ക്കകത്ത് സുരക്ഷിതമാക്കി വെച്ചിട്ട് ഇടയന്മാർ വാതിക്കലിൽ വന്ന് അല്ലേ, കാട്ടുമൃഗങ്ങൾ വരാതെ ആ വാതിലിൻ്റെ മുമ്പ് കാവലായിട്ടിരിക്കുമായിരുന്നു. കിടന്നുറങ്ങുന്ന ഗുഹയുടെ മുഖത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്രമാത്രം കരുതുകയാണ് നമ്മെ. അപ്പോൾ ഇത്രമാത്രം കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമുക്ക് കർത്താവിൽ മടികൂടാതെ ആശ്രയിക്കാം. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിക്കാം, അവിടുന്ന് തരിക തന്നെ ചെയ്യും. എല്ലാവർക്കും യേശുക്രിസ്തുവിൽ സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, അവിടുന്ന് ഉത്തരം തരും. ആമേൻ.